എന്താ ഇങ്ങളെ പ്രശ്നം? നിങ്ങൾ ഇന്നൊന്നിലും തുടങ്ങിയ ഒന്നല്ലല്ലോ ഇന്നേറ്റി പ്രശ്നം. ഞാൻ എന്ത് തെറ്റൊക്കെ ചെയ്തത്? ഇജൊന്നും ചെയ്തിട്ടില്ലേടി, ഞാനാണ് ചെയ്തത്. അന്നെന്റെ തലയിൽ കെട്ടിവെച്ചില്ലേ, അതന്നെ. ഞാൻ എവിടേക്ക് പോവാനാ? നിങ്ങളെ സ്നേഹിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എന്റെ ഉമ്മിന്റെ കുടുംബങ്ങളൊക്കെ പറഞ്ഞു ഞാൻ കേക്കാതെ നിങ്ങളെ കൂടെ ഇറങ്ങി വന്നതല്ലേ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനൊക്കെ പറയുമ്പോഴോ? ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ നിങ്ങക്ക്. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. മര്യാദക്ക് ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങി പോവാണൊക്കെ നല്ലത്. ഞാൻ എങ്ങനെയൊക്കെ എന്റെ അമ്മ മാത്രമുള്ളൂ അവിടെ. എന്റെ അമ്മനെ ആശ്രയിച്ചെങ്ങാണ്ട് ഞാൻ പോണത്. നിങ്ങളോട് ഞാൻ എന്താ ചെയ്തത്? നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തിക്കോളാം. ഒന്നും ചെയ്യാതെ എന്നെങ്ങനെ പറയണത്? എന്താണ് ഇനി അവിടെ തിരക്കുംപാടെ? നേരെ അങ്ങോട്ട് വെളുത്താ തുടങ്ങി രണ്ടും കൂടി. ഇപ്പൊ എന്തിനാണ് ആ പെണ്ണിനെ ഇങ്ങനെ ഇട്ട് കാട്ടണാണാവോ? കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല. 2 കൊല്ലായിട്ടുള്ളൂ. അപ്പോത്തിന് രണ്ടാളും കൂടി തല്ലും തിരക്കും. എന്തേക്കും ഇങ്ങനെ? അതിനൊക്കെ ഓനെ പറഞ്ഞാ മതി. ഓൻ ഒറ്റ ഒരുത്തനാണ് ആ പെണ്ണിനെ ഇങ്ങനെ പറയിപ്പിക്കണത്. എല്ലാത്തൊരു ചെക്കൻ തന്നെ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആ പെണ്ണിനെ കണ്ണെടുത്താ കണ്ടൂടാ. എനിക്ക് എന്താ കാര്യം അറിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ അതും അറിയില്ല. 4 പുറത്ത് ആൾക്കാരുണ്ടല്ലോ പടച്ചോനെ, ഇതൊക്കെ ഉണ്ട് കേക്കൊല്ല. ഇനി എന്റെ മകൻ മോശമാണ് എന്നുള്ളത് പറയിപ്പിക്കാൻ വേണ്ടിട്ടല്ല ഇപ്പൊ ഇതിനൊക്കെ നിക്കണത്. ഒരു പെണ്ണിന് ഒരു മനസ്സമാധാനം കൊടുക്കൂല. അല്ലടാ, നിങ്ങൾ രണ്ടാളും മാത്രമുള്ളൂ ഈ പേരന്റെ ഉള്ളില്. എന്താണ് പ്രശ്നം? ഇനി എന്നും നേരം വെളുത്ത അങ്ങോട്ട് തുടങ്ങുമല്ലോ ആ പെണ്ണിന് ഒരു സമാധാനം കൊടുക്കാതെ. എന്താണ് എന്റെ പ്രശ്നം? എന്താ പ്രശ്നം എന്നുള്ളത് ഓളോട് തന്നെ ചോദിച്ചു നോക്ക്. കുഞ്ഞോളെ, എന്താണ് പ്രശ്നം? ഇക്കറിയില്ല അമ്മ. ഇക്ക എന്നും നേരം വെളുത്ത എന്നെ ഒരു തിരക്കൂടിങ്ങാണ്ടാണ്. ഞാൻ എന്ത് തെറ്റ ചെയ്തിക്കണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ രണ്ടാൾക്കും അറിയില്ല എന്താ പ്രശ്നം എന്നുള്ളത്. അനക്ക് പറയാൻ പറ്റുവോ? എനിക്കിപ്പോ സൗകര്യം ഇല്ല പറയാൻ. നിങ്ങൾ ഓളെ വാക്കും കേട്ടിട്ട് അവിടെ നിന്നോളി, ഞാൻ എന്റെ പണിയൊക്കെ പോയിക്കോളാം. പറച്ചോന് എന്തൊക്കെ ഈ ഒരു ചെക്ക ഇങ്ങനത്തെ ഒന്നാണ് എന്റെ പറച്ചോനെ എന്റെ പള്ളിയിൽ വന്ന് പറഞ്ഞത്. എന്താണ് കാര്യം? അനക്കറിയാതെ പോ ഇങ്ങനെ കിടന്ന് ചാടി കളിക്കുവോ? ഒക്കെ ഓനെ കുറ്റം പറയാനൊന്നും പറ്റൂല. എന്താണ്? സത്യാണ് നിങ്ങളും കൂടെ എന്നെ കുറ്റപ്പെടുത്തല്ലേ. ഞാൻ അറിയാത്ത കാര്യങ്ങൾക്കാണ് ഇക്കന്നൊരു തിരക്കൂടുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ ഓഫീസിൽ എന്തോ പേപ്പർ കാണാനില്ലേ, ഞാൻ മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞു കൊറേ തിരക്കൂടി. അവസാനം ഇക്കാന്റെ പാന്റിന്റെ പോക്കറ്റിൽ നിന്നാണ് ഇക്ക പേപ്പർ കിട്ടിയത്. അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇന്നെ വെറുതെ കളിയാക്കൊക്കെ ചെയ്യാണ്. ഒന്നും മനസ്സിലാവണില്ലമ്മ. നോലോളിച്ചല്ലേ. എന്താ ഓർക്ക് പറ്റിയെന്നുള്ളത് ഇമ്മാക്കും അറിയില്ല. കുറച്ച് ദിവസമായിട്ട് ഓന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയൊന്നും ഉമ്മാക്ക് അറിയാം. ഞാൻ അത് കാണുന്നുണ്ടല്ലോ. ഇത് നേരം വെളുത്ത രണ്ടാളും കൂടി തിരക്കും പാടും കൂടി അയൽവാസികൾക്ക് പറഞ്ഞു ചിരിക്കാനൊരു കാര്യമാവും. പറയുമ്പോ ആ ജമീലൊക്കെയാണ് അയൽവാസികളോ 4 പേരെ നടന്ന് പടിപടി എന്നും തിരക്കും പടയാണ്. ഇക്ക കേക്കാൻ വയ്യാത്തോണ്ടാണ്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്താച്ചാ ഉള്ളത് നിങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞത് തീർക്ക. നിങ്ങൾ രണ്ടാളും കൂടി പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ല. അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എന്താപ്പോ? അന്നേ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനത്തെ പരിപാടിക്ക് നിക്കണ്ടെന്ന് ഞാൻ ഓനോട് പറഞ്ഞ. പിന്നെ ഓന്റെ ഇഷ്ടമല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചതാണ്. അന്ന് ഞാൻ കുറ്റം പറയല്ല. ഇത് ഇന്ന് ഇതുവരായിട്ട് ഒന്നും ചെയ്തിട്ടുമില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങളായിട്ട് തീർക്കണം. ഇതിന്റെ ഞങ്ങളിടയിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലമ്മ. ഈ 2 വർഷം വരെ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ തന്നെയായിരുന്നു. ഇപ്പൊ 1 മാസമായിട്ട് ഇക്ക ഇങ്ങനെ നിങ്ങൾ അറിയിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇപ്പൊ ആരുണ്ടെന്നൊന്നും നോക്കാതെ വെറുതെ ചീത്ത അറിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ കുറ്റം മേത്തേക്ക് ഇടും. ഇക്ക നല്ല രീതിയിൽ നിൽക്കും ചെയ്യും.
എന്ത് കാട്ടുണ്ടെന്ന് എനിക്കൊരു പൊടുത്തുമില്ല. ഇതിന്റെ ഉള്ളിൽ തിരക്കും പടിയായിട്ട് നിക്കണ്ട, അത്ര തന്നെയൊക്കെ പറയാനുള്ളൂ. ആ ഓനോടും കൂടി പറയാണ്ടോ. അപ്പൊ ദേഷ്യപ്പെട്ടിട്ടല്ലോ ഓൻ പൊയ്ക്കണേ, ഓൻ ഇങ്ങോട്ട് വരട്ടെ, ഓനക്കുള്ളത് ഞാൻ ബാക്കി ഞാൻ കൊടുത്തോണ്ട്. ഇത് നേരെ പോലത്തെ മനസ്സിന്റെ തലക്കൊരു സ്വൈര്യം ഇല്ലാച്ചാല് ഏത് സമയവും ഇതന്നെ. എന്താ കാര്യം എന്നുള്ളത് ഞാൻ അവനോടൊന്ന് ചോദിച്ചറിയട്ടെ, നീ ചോദിച്ചാതിരിക്കും. ഒരു സ്വൈര്യവും സുഖവും ഈ പേരന്റെ ഉള്ളിലില്ല. ഇമ്മയാണല്ലോ, എന്താ അവിടെ പറയാ. ഹലോ അമ്മ. വാലേക്കും സലാം. നല്ല വർത്താനം തന്നെ. ഏക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ അതോ, ചെറിയൊരു ജലദോഷം ഉണ്ട്, അതാണ് സൗണ്ട് വല്ലാതിരിക്കണത്. കൊഴപ്പൊന്നുമില്ല. ആ ഇക്ക അങ്ങോട്ട് പുറത്തേക്ക് പോയിക്കണ്, ഇന്ന് ലീവാണ്. വരേ? അത് ഇവിടെ ഉമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ, അപ്പൊ വരാൻ പറ്റൂലമ്മ. എന്തേ? വെയ്യേ? എന്താ പറ്റി? ആണോ? ഇക്ക് വരണമെന്നുണ്ട്, വരാൻ പറ്റൂലമ്മ. എന്റെ ഉമ്മാനൊക്കെ ഒന്ന് കാണാൻ. ഇമ്മ ഇക്ക ഞാൻ വിചാരിച്ച ആളല്ല. ഇന്നിപ്പോ തീരെ ഇഷ്ടല്ല. എന്റെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി തിരക്കൂടും. എന്താ കാട്ടണ്ടെന്ന് അറിയില്ല. ഞാനായിട്ട് തെരഞ്ഞെടുത്ത ജീവിതല്ലേ. ഒന്നുമില്ലമ്മ, നിനക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നാ മതി. ഇവിടെ ഉമ്മൊക്കെ എന്നിട്ട് നല്ല പോലെ തന്നെയാണ്, അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. സങ്കടം വന്നപ്പോ കരഞ്ഞൂന്നുള്ളൂ. എന്നാലും ഇല്ല ഉമ്മ, ഞാൻ ചെറിയൊരു പണിയിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ആയിക്കോട്ടെ. ആ ശരി. നമ്മ വയ്യാതിരുന്നിട്ടാണ് എനിക്ക് പോവാൻ പറ്റുന്നില്ല. ഞാൻ പോയി കഴിഞ്ഞ ചിലപ്പോ ഇക്കന്നെ ഒഴിവാക്കിയാലോ. അപ്പോഴും എന്റെ ഉമ്മാന്റെ അടുത്ത് വേണ്ട. ഇക്കാന്ന് ഞാൻ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട്, അതിനൊരംശം പോലും ഇക്കാക്ക് എന്നോടില്ലല്ലോ. ആ കുഞ്ഞോളെ, ഇതാണ് താളിക്ക് നമുക്ക് ഉച്ചക്കൊക്കെ ഇട്ടാ. രാത്രിക്കൊക്കെ എന്തേലും മീൻ എന്തേലും പോകും കൊണ്ടുണ്ടാവും, അപ്പൊ അതാണ്ട് വെക്കാം. ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഇത് വേണ്ട താളിച്ചാല്
ഉച്ചക്കൊക്കെ ഇതും ഉണക്കൽ മീൻ ഉണ്ടല്ലേ 2 ഫ്രിഡ്ജിൽ ഇരിക്കണ്. പാവും കൂടെ വെക്കാൻ നമുക്ക്. ഇത് ചായ എന്തെങ്കിലും കുടിച്ചിക്കണോ? ഇല്ല. പോയി ചായ അടിച്ചോ ചെല്ല്. നമ്മള് നേരം പോലത്തെ ഉണ്ടാക്കി വെക്കണത് ആർക്കാണ്? ഞാൻ ചെല്ല. ഉമ്മ ഇത് ലസം ചായ ആട്ടിക്കാണി പയിച്ചിട്ട് വെച്ച. ഞാൻ ഇവിടെ ഒരു പണിയിലാണ്. കുഞ്ഞോളെ എനിക്ക് ചായ കൊടുത്താ. ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത്, നിങ്ങൾ വന്നാ മതി. ഞാൻ ഇവിടെ ഒരു പണിയിലാണ്. എനിക്ക് കാണാനുണ്ടോ? പിന്നെ ഓളെന്റെ പെണ്ണുങ്ങളല്ലേ, എന്തോ ഓള എനിക്ക് തന്നു വെച്ചിട്ട് മര്യാദ കുടിക്കാൻ നോക്ക്. ഓളെടുത്ത് തരണ്ട. അപ്പൊ ഇജല്ലേ പറഞ്ഞത് എനിക്ക് പയിച്ചിട്ട് വെച്ചാന്ന്. പിന്നെ ആർക്ക് ഈ ചായയും കടിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കണത്? അനക്ക് നേരം പോലത്തെ ഒന്നും വേണ്ട. തെറ്റും കുറ്റൊക്കെ ആയിട്ട് നടന്നോളി. ഇജിപ്പോ എനിക്ക് ചായ എടുത്ത് കൊടുക്ക്. അങ്ങനെ പലതും പാടി. ഞാൻ ഇപ്പൊ എടുത്ത് കൊടുക്ക. എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കൈ കൊണ്ട് ഒരു മുതലും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തരില്ല. എനിക്ക് വേണ്ട തന്നെ ഇവിടുത്തെ ഒന്നും. പക്ഷെ ഈ ചെക്കൻക്ക് ഇപ്പൊ എന്താ പറ്റിയിരിക്കണെന്ന് ഒരു പൂട്ടും ഇല്ലല്ലോ റബ്ബെ. എന്തൊക്കെ ഈ പെരന്റെ ഉള്ളിൽ നടക്കുന്നത്? ഒരു സമാധാനമാണെങ്കിൽ ഇല്ലേന്. നല്ലപോലെ ഒരു കല്യാണല്ലേ കേച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അതിനൊക്കെ ഞാൻ സമ്മതിച്ചത്. ഇപ്പൊ ചെക്കൻക്ക് എന്താണ് ആ കുട്ടിനെ പറ്റാത്തത്? ഒരു പുറത്തുമില്ല. അവനോടൊക്കെ ചോദിച്ചറിയേണ്ടി വരും എന്താ ഏതാന്നുള്ളതൊക്കെ. അപ്പുറത്തേക്ക് പോയാ അവനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്ന് ചോദിച്ചറിയട്ടെ. കിടക്ക അവിടെ. നമുക്ക് ചായ എടുത്തട്ടെ ഞാന്. ഇക്കിപ്പോ ഒന്നും വേണ്ട. എന്താണ് ഉമ്മാന്റെ കുട്ടിയുടെ പ്രശ്നം? ഓളെന്താ എന്നെ കാട്ടിയത്? 2 ആളും എന്നോട് തുറന്ന് പറയണില്ല. എന്നാലല്ലേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. എന്താണ് എനിക്ക് പറ്റിയത്? ഇക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇങ്ങനെ നെയ്മിലല്ലേ നിങ്ങൾ 2 ആളും പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? ഇപ്പൊ എന്തിനാടാ ജൈന ഇങ്ങനെ വേദനിപ്പിക്കണ്? അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ അന്നൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കും ഉറപ്പാണ്. ഉമ്മാന്റെ കുട്ടി അതിനെങ്ങനെ വേദനിപ്പിക്കല്ലേ? അതിന് ഇപ്പം കൂടി ഇല്ലാത്തതാണ്. അതിനാകെ അതിനോട് സങ്കടം പറയാനുള്ളത് ഒരു ഉമ്മയാണുള്ളത്. അതാണെന്നുണ്ടെങ്കിൽ വെജാതിരിക്കും ചെയ്യാം. അതിന് പോവാനും കൂടി ഒരു സ്ഥലമില്ല. എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കണ അതിനെ? നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ട. എന്നോടൊന്നും നല്ലപോലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്കറിയന്നെ വേണം. കാരണം ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ 2 ആളും നേരം വെളുത്ത ഈ തിരക്കും പാടി എന്നും ഇങ്ങനെ തന്നെ. ഒരു തുണി വെള്ളം ചാ പെണ്ണ് തന്ന ഈ കുടിക്കൂല. എനിക്ക് എന്താ പറ്റി? എന്താ ഓളെ എന്നെ കാട്ടിന്ന് വെച്ചോട് പറയും. എന്ത് കാട്ടിയാലും ഇല്ലെങ്കിൽ മുഖം കാണാൻ ഇഷ്ടല്ല. എനിക്ക് ഇഷ്ടമല്ലായിരിക്കാം. എന്താ സംഭവം? ഒന്നുമില്ല. നിങ്ങൾ അറിയണ്ടെന്ന് പറഞ്ഞില്ല ഞാന്. ഒന്നുമില്ല. ഇനി ഉമ്മ ഇത് ചോദിച്ചെങ്ങാണ്ട് ഞാൻ വരുമൊന്നുമില്ല. അന്റെ അടുത്താണ് തെറ്റിന്ന് ഞാനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഞാൻ പറഞ്ഞു തരണ്ടി. ഞാൻ ഒരു മനസമാധാനം തരുങ്ങള്. തൽക്കാലം മനസമാധാനം തരാൻ ഉദ്ദേശിക്കണമൊന്നുമില്ല. എന്റെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. അതിനെ ഞാൻ നിക്കണത്. എന്തെങ്കിലും ചിന്നോട് പറയല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അറിയല്ലോ. ആ പെണ്ണിനെ വേദനിപ്പിച്ച പടച്ചോൻ പോലും എന്നോട് പൊറുക്കൂല. കാരണം ഇതുവരെ ഒരാളെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടില്ല. 4 പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ആ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്.
ആ സ്ഥാനത്ത് അണക്ക് മാത്രം ഓളോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇക്കാര്യം തന്നെ വേണം. താരതിയൊക്കെ വിളിക്കണം. ഇതന്നെ ഒഴിവാക്കണം. ഇമ്മ 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 എന്താ, ഞാൻ ഇവിടെ അടുക്കളയിലുണ്ട്. ഇമ്മ എന്തിനാ വെച്ച കാര്യണ്? ഈ ഫോണൊക്കെ നോക്കി ഇമ്മ ഇക്കാരന്റെ ഫോണാണ്. പഠിച്ചോനെ, കുഞ്ഞോളിതെന്തത്? ഇമ്മ ഇക്കാക്ക് ഇവളെ കെട്ടാൻ വേണ്ടിട്ട് അമ്മ ഇന്നിട്ട് തിരക്കുണ്ടാക്കണത്, ഞാൻ ഒഴിഞ്ഞു പോവാൻ വേണ്ടിട്ട്. നല്ല കുട്ടി കാര്യല്ലേ? ഓ എവിടക്ക പോയി? അങ്ങാടിക്ക് പോയതാണ്. ഇപ്പൊ വരുണ്ടാവും, ഫോണ് മറന്നു വെച്ചതാ, അതുകൊണ്ട് അടിക്കണേ ഞാൻ കണ്ടത്. ഈ ഫോൺ എന്തായാലും എന്റെ അടുത്ത് ഇരിക്കട്ടെ. ഓൻ ഇതുകൊണ്ടാണ് എന്നെ വേണ്ടാന്ന് പറയണെന്നുണ്ടെങ്കില് ഓൻ ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ നിർത്തൂല. അന്നെ എന്റെ പെരേക്ക് പറഞ്ഞയക്കുന്നല്ല, അന്നെ ഞാൻ ഇവിടുന്ന് ഒടുക്കും പറഞ്ഞയക്കൂല. ഒക്കെ വേണം എന്നെ എന്റെ മകളായിട്ട് ഞാൻ നോക്കിക്കൊണ്ട്. ഒരു പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ട് പറിച്ചോണ്ട് തന്നത് നമുക്കന്നെ. ഓൻ വരട്ടെ, മോന്റെ കുട്ടി കരയാതിരിക്കെ. എന്താ ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് ഞാൻ അറിയട്ടെ. അപ്പുറത്തെ റൂമിൽ പോയിരുന്നു. പാവാണല്ലോ പറിച്ചോന്, കുട്ടീനെ ചതിക്കുക. എന്തൊക്കെ ഇങ്ങനെ എന്റെ പള്ളയിലൊക്കെ വന്ന് പരന്നതാണോ? പാപ്പില്ലാതെ ഞാൻ എത്ര കാലം നോക്കി ഉണ്ടാക്കിയതാണ്. അതിനോട് നന്ദി പോലും കാട്ടണില്ലല്ലോ. പാവം പിടിച്ച പെണ്ണിനെ കുറച്ച് ചൊറുക്കൊക്കെ കണ്ടപ്പോ എനിക്ക് ചാടിയതേ കാലം. വരട്ടെ, ഫോൺ ഞാൻ കൊടുക്കൂല. എല്ലാരോടും എന്താ ഞാൻ പറയാ? ഇങ്ങനെ തുടങ്ങിയാല് ഇവിടെ വെച്ചിരുന്ന എന്റെ ഫോൺ എവിടെ? ഈ റൂമിലല്ലേ ഞാൻ വെച്ചിരുന്നത്. വന്നിക്കണില്ലേ? നിങ്ങൾ എന്റെ ഫോൺ കണ്ടിരുന്നോ? ഞാൻ ഇവിടെ വെച്ചിങ്ങാണ്ട് പോയതേന്നല്ലോ. ഞാനാ എന്റെ ഫോണായിട്ട് നടക്കല്? അന്റെ തന്നെ എല്ലാം ഉണ്ടാവല്, പിന്നെ എന്തിനാ എന്നോട് അത് ചോദിക്കണേ ജി? നിങ്ങള് കണ്ടിട്ടില്ലേ? നിങ്ങൾ നോണ അറിയണ്ട. ഞാൻ കണ്ടിട്ടില്ല. എന്താണ് എന്റെ പ്രശ്നം? നിങ്ങള് കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് മറ്റോട് എടുത്തിട്ടുണ്ടാവും, ഞാൻ കൊടുക്ക. ഞാന് ജോക്ക് കൊടുക്കാനൊന്നും പോവണ്ട. ഇതല്ല എന്റെ ഫോണ്. അങ്ങോട്ട് കാട്ടി. തൽക്കാലം തരുന്നില്ല. എന്തേ? ഈ ഫോൺ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂല്ലേ മറ്റോൾക്ക് വിളിച്ചാൻ പറ്റുള്ളൂ. നിന്റെ കുട്ടീനെ ഇവിടുന്ന് ആട്ടിക്കാണ്ട് നമുക്ക് മറ്റോ അതിനുള്ളിൽ കൊണ്ടണം അല്ലേ?
അതിനെന്തായാലും നടക്കൂല. ഈ ഇമ്മ ജീവനോടെ ഇരിക്കണ കാലം എന്റെ മനസ്സിലുള്ള പൂതി ചൻ മാറ്റിക്കളാ. ആ അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണ് നിക്കുന്നത്. ആടാ അറിഞ്ഞിക്കണ്. പടച്ചോനായിട്ട് അറിയിച്ച എന്താ നിക്കത്. ആ കുട്ടിയുടെ കണ്ണീരിന്റെ മുന്നിൽ അതിന് കണക്ക് പറയേണ്ടി വരും പടച്ചോനോട്. കണ്ടോളുണ്ടു. ഓ പിന്നെ ഇക്ക് ഇനി ഓളെ വേണ്ട, ഓളെ പെരേക്ക് പോയിക്കോട്ടെ. ആ അനക്ക് തോന്നുമ്പോ ഇങ്ങോട്ട് കൊണ്ടാനും തോന്നുമ്പോ ഓളെ പെരേക്കാണ്ട് പറഞ്ഞയക്കാനും ഇത് പൈസ കൊടുത്ത് വാങ്ങിയ മുതലല്ലേ. ചിന്നെ കൊണ്ട് ചക്കച്ച് വെറുതെ പറയിപ്പിക്കണ്ട. അനക്ക് കളിക്കാനുള്ള ഒരു സാധനം ഓള് ആണോ? മര്യാദക്കുള്ള വർത്താനം പറഞ്ഞു നിന്നോളുണ്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല. ഇങ്ങനത്തെ ഒന്നാണല്ലോ എന്റെ പള്ളയിൽ ഉണ്ടായത്. ഞാൻ എന്ത് തെറ്റാണ് ഞാൻ എന്നോടൊക്കെ ചെയ്തത്. നിങ്ങൾ ഓളെ ഭാഗം നിന്നിട്ട് എന്നോട് വർത്താനം പറയണ്ട. ഞാൻ ഓളെ ഭാഗം നിന്നിട്ട് വർത്താനം പറയില്ല. ഞാൻ എന്റെ ഭാഗം നിന്നിട്ട് വർത്താനം പറയാനില്ല. ഇതിന്റെ ഉത്തരം എനിക്ക് തന്നേ പറ്റുള്ളൂ. ഓളെ പേരെന്താടാ? ഇതില് ഓഫീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാവുമ്പോ പിന്നെ അറിയില്ലല്ലോ ആരാ വിളിക്കണ, എന്താ ചെയ്യണെന്നുള്ളത്. ഇന്ന് ഞാൻ എന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോ ഞാൻ കണ്ട സംഭവമാണിത്. സത്യം പറഞ്ഞോ, ആരാണ് ഓള്? എല്ലേത് അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാ, ഞാൻ ഓളും കൂടി ഇഷ്ടത്തിലാണ്. ഞങ്ങൾ കല്യാണം കഴിക്കും ചെയ്യും. ഈ ഇഷ്ടത്തില് ഒന്നിനെ പ്രേമിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നല്ലോ. അതിനെ ഞാൻ ആരാടെ നോക്കുക? ഇങ്ങോട്ട് തോന്നുമ്പോ ഓരോന്നിനെ സ്നേഹിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നാ മതിയല്ലോ. ഓരോന്നിന്റെ ശാപം ഏറ്റുവാങ്ങാൻ വേണ്ടിട്ട്. ഇവൾക്ക് ആരാ എന്റെ കല്യാണം കഴിഞ്ഞത്? അറിയോന്ന്? ഇല്ല. ഇല്ല. അപ്പോളിഞ്ച് പറ്റിക്കന്നെ നടക്കൂലട്ടാ. ഈ ഇമ്മ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ ഈ പൂലി നടക്കൂല. ഒരു കാര്യം കൂടി ഓർത്തോ, അത് അണക്ക് വേണ്ടിട്ട് ഇതൊക്കെ സഹിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നിക്കണത് അന്നെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇത് എന്തെല്ലാം പറഞ്ഞു, എത്ര ദിവസമായി ജയ മനസ്സമാധാനം കൊടുത്തിട്ട്. അണക്ക് വേണ്ടിട്ടില്ലടാ ഇവിടെ കഷ്ടപ്പെട്ട് നിക്കണ. അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. രണ്ടാളും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ. പിന്നെ എങ്ങനെ എനക്ക് വേറെ ഒന്നിനും കൂടി ഒരാള് അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറൊരു ബന്ധത്തേക്ക് പോവില്ല. ഉമ്മാന്റെ കുട്ടി ഉമ്മാനെ നാടും കെടുത്തല്ലോ നാട്ടുകാരിടയിൽ. എന്തിനാണ് അമ്മ ജീവിച്ചിരുന്നിട്ട്? ആ കുട്ടീനെ ഞാൻ ഇന്ന് തന്നെ പറഞ്ഞയക്കാണ്. പക്ഷെ ഓളെ പറഞ്ഞയച്ചു എന്ന് വിചാരിച്ചിട്ട് എന്റെ മറ്റേ കളി ഉണ്ടല്ലോ, അത് ഇവിടെ നടക്കൂല. മതിയായിക്ക് നിക്ക്. തിരിക്കണം എന്റെ ഫോണ് കൊണ്ടുപോ. എന്തിനും ഞാൻ ജീവിച്ചിരുന്നിട്ട് അതിന്റെ പേരേക്ക് ഞാൻ പറഞ്ഞേക്ക്. ഞങ്ങൾക്ക് വേണ്ടല്ലോ, ഉറപ്പല്ലേ? എവിടാച്ച പോയി ജീവിച്ചോട്ടെ. നല്ല സുഖവും സൗകര്യവും ഉള്ളടത്ത് കോളമ്മ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞോളൂ. ഇതിക്ക് നല്ല ഭാഗ്യമുള്ള ഒരു ബന്ധമൊക്കെ കിട്ടും ചെയ്യും. ഞോളമ്മ കയ്യിൽ സഹായിക്കൂല എന്നുണ്ടെങ്കിൽ ഞാൻ നടത്തോളാം കല്യാണം. കുട്ടികളും കൂടി ഇല്ല, എന്നിട്ട് അവർക്ക് എന്നെ സഹിച്ചു നിക്കണില്ലേ? ഇമ്മ പറ്റിപ്പോയി. ചിന്നോടൊന്നും പറയണ്ട. ചിന്ന ഇനി ഉമ്മാന്ന് വിളിക്കും വേണ്ട. പോവാൻ നോക്ക്. എവിടുക്കാച്ച പോവാൻ നോക്ക്. ഇതിന്റെ പെരയും ഇതിന്റെ ഉള്ളിൽ ഞാൻ എന്ത് പറയണം അതേ നടക്കുള്ളൂ. ഇതിന്റെ ഉള്ളിൽ കുള കണ്ട ഞാൻ അയക്കൂല. ഇജു ഇവിടെ നിൽക്കും വേണ്ട, ആരും വേണ്ട. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒരാള് മാത്രം മതി.